ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ കൊടൈക്കനാലിൽ പോയിട്ട് കുറച്ച് ഈ സാധനങ്ങൾ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ക്യൂട്ടായ സാധനങ്ങൾ ഇങ്ങനെ കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഓരോന്നേ ഫസ്റ്റ് നമ്മൾ 2 ടെഡി ബിയറിനെ അങ്ങ് മേടിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റാടാ ഇവർ. ഈ കണ്ടപ്പം തന്നെ ഇവരങ്ങ് ബോധിച്ച്. ഞാൻ സിയോനോട് പറഞ്ഞു സിയോയ്ക്ക് മേടിച്ചെന്ന്. പക്ഷെ ഒന്ന് സിയോൻ്റെ കേട്ടോ, നല്ല ക്യൂട്ട് ടെഡി ബിയേഴ്സാണ്. കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ ഭയങ്കര രസമാണ്. ഇപ്പം ഞാൻ 3-4 ദിവസമായാലും യൂസ് ചെയ്യുന്നു. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചത് 2 ക്യാപ്പുകളാണ്. ഒന്ന് സിയോനും ഒന്ന് എനിക്കാണ് മേടിച്ചത്. ഇത് എൻ്റെ സാധനം, നല്ല കൊടൈക്കനാൽ ലുക്ക് വരുന്ന സാധനമാണ് നമ്മളിതിട്ടത്. ഫോട്ടോസിനൊക്കെ അടിപൊളി ലുക്ക് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ സിയോൻ്റെ ഔട്ട്ഫിറ്റിന് ചേരുന്ന ഒരു ബ്ലാക്ക് ക്യാപ്പായിരുന്നു. ഇതും നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ച്. ഇതും അടിപൊളിയായിരുന്നു. ഈ 2 ക്യാപ്പും ഞാൻ ഇട്ടിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, സിയോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് എനിക്ക് ലൂസായതിനെ കൊണ്ടാണ് ഇത് ഞാൻ എടുക്കാൻ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചത് ഗ്ലാസ്. ട്രിപ്പിന് ഇതില്ലാണ്ട് ഒരു ട്രിപ്പുണ്ടോ? കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് ഒരു ട്രിപ്പില്ല. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. 100 റുപ്പീസിന് അവിടെ നിന്ന് വാങ്ങി. ഇതും ഒരു ക്യൂട്ടാണ് അല്ലേ. പിന്നെ നമ്മൾ മേടിച്ചത് അടുത്തത് വേറൊരു സാധനമാണ്. താറടാ താർ. എന്ത് ചെയ്യാനാ, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം. സംഭവം ഇവിടെ ഒന്ന് ഇറക്കണം എന്നുണ്ട്. കണ്ടോ, കിടക്കണ കിടത്തം കണ്ടോ? വിശ്വാസ് ബ്യൂട്ടിഫുൾ അല്ലേ? ഇതിൻ്റെ വാതിൽ തുറക്കടാ, കണ്ടോ? ഇത് വെറുതെ കാല് പിടിച്ചപ്പോൾ സിയോ അങ്ങ് മേടിച്ചെന്ന്. 350 റുപ്യ എങ്ങനെ. പിന്നെ കൊടൈക്കനാൽ, ഊട്ടി, വയനാട് എന്ന് പോയ സ്ഥലങ്ങളിൽ എല്ലാവരും പോയാൽ മേടിക്കുന്ന ഒരേ ഒരു സാധനമാണ് ചോക്ലേറ്റ്. ഇതും ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് വാങ്ങിയതാണ്. കാരണം എനിക്കിതൊന്ന് ടേസ്റ്റ് വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഇത് അതിന് മാത്രം ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഇത് ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം എൻട്രിയിൽ വരെ ഞാൻ ഉൾപ്പെടാത്തൊരു സാധനമാണ് ഊട്ടിപ്പൂ. ഇത് ഇങ്ങനെ ഇട്ട് വെച്ച് ഒന്നും ആയിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മേടിച്ച സാധനം ഇതാണ്. ലാസ്റ്റ് മേടിച്ചതല്ല, ഫസ്റ്റ് മേടിച്ച സാധനം, പക്ഷെ ലാസ്റ്റാണ് കാണിക്കുന്നത്. ഊട്ടിപ്പൂ. ഈ മഞ്ഞ സാധനം ഒരിക്കലും ഒരു 1.5 കൊല്ലം വരെ വാടിപ്പോവില്ല എന്നൊക്കെ ഒരു പറഞ്ഞു. ഊട്ടിപ്പൂ എന്ന് പറയുവിന്. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും മേടിക്കുന്നതൊക്കെ. നൈസായിരുന്നു കേട്ടോ. ഫോട്ടോന് അടിപൊളി ലുക്കായിരുന്നു. ഇപ്പം കുറേയൊക്കെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗായ്സ് എൻ്റെ കുഞ്ഞു കൊടൈക്കനാൽ പർച്ചേസ്. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.